ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിം പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ, കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം, മുസ്ലിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രതീതി നമുക്ക് കിട്ടും. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലൊക്കെ മുസ്ലിം സമുദായം അനർഹമായത് നേടിയെടുക്കുന്നു എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണവും ശക്തമാണ്. പിന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ, ആ പെൺകുട്ടികൾ ഉൾപ്പെടുന്ന ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അത് പ്രചരിക്കുന്നതോടുകൂടി ഉണ്ടാകാവുന്ന ഒരു ആഖ്യാനമുണ്ട്, ഒരു പൊതുധാരണയുണ്ട്, ഇവരെല്ലായിടത്തും ഉണ്ട് എന്ന സ്വഭാവത്തിൽ. പിന്നെ പൊതുവെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. അപ്പോൾ ആ സമുദായത്തിന് എന്തെങ്കിലുമൊക്കെ നേടുമ്പോഴേക്ക് വലിയ സ്വഭാവത്തിൽ സമുദായം തന്നെയും അത് ആഘോഷിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വസ്തുതകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമുദായം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പൊതുവെ ജനസംഖ്യയുടെ എത്ര ഭാഗമുണ്ട് എന്ന് നോക്കുന്നത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അനുസരിച്ചാണ്. ഓൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇങ്ങനെ 2021-22 ഇങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കേണ്ട ആളുകൾ, അതായത് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് പൊതുവെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രായഘടനയായിട്ട് കാണുന്നത്. അങ്ങനെയുള്ള ജനസംഖ്യയുടെ 41.3% ആളുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ എത്തുന്നുണ്ട്. ഏതാണ്ട് പകുതിയോട് അടുക്കുന്നു എന്നർത്ഥം. ഇത് ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. 28% ആണ് യഥാർത്ഥത്തിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ വളരെ മുന്നിലാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഇതേ സാഹചര്യത്തിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് 18.6%. ഇങ്ങനെ വൻതോതിൽ മുസ്ലിം സമുദായം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. 2011-12 കാലഘട്ടത്തിൽ ഈ സർവേ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 100,000 ആളുകളാണ്, അതായത് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട 100,000 ആളുകളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നത്. 10 വർഷത്തിന് ശേഷം 2021-22 കാലഘട്ടത്തിലെ കണക്കെടുക്കുമ്പോൾ, ഈ 2021-22 കാലഘട്ടത്തിലെ കണക്ക് എന്ന് പറയുന്നതിന് കാരണം അതിനുശേഷം ഇത്തരമൊരു കണക്കെടുപ്പ് നടന്നിട്ടില്ല. അപ്പോൾ ഏതാണ്ട് 1,87,000 ആളുകൾ, ഏതാണ്ട് ഇരട്ടിക്കടുത്ത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സംഖ്യാപരമായി വളരുന്നുണ്ട് എന്നത് ശരിയാണ്. അതേസമയം 2011-12 കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ 12% ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ 100 വിദ്യാർത്ഥികളിൽ 12 ആളുകളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തുന്നത്. അത് 2021-22 കാലഘട്ടത്തിൽ എത്തുമ്പോൾ 18.5% വർദ്ധിക്കുന്നു. അതായത് 6.5% വർധനയാണ് ഉള്ളത്. ഇതേ സമയം കേരളത്തിൻ്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ 2011-2012 കാലഘട്ടത്തിൽ 25% കേരളത്തിൻ്റെ GER അഥവാ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അത് 2021-22 കാലഘട്ടത്തിലാകുമ്പോൾ 41.3 ആകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 16.3 വർധനവുണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം സഞ്ചരിച്ചതിൻ്റെ ഇരട്ടി വേഗതയിൽ കേരളത്തിലെ പൊതുസമൂഹം സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതിനെ ഒരു ഓട്ട മത്സരത്തോട് ഉപമിക്കുകയാണ് എങ്കിൽ, നേരത്തെ തന്നെ കേരളത്തിൻ്റെ പൊതു അവസ്ഥ എന്ന് പറയുന്നത് ട്രാക്കിൽ മുസ്ലിം സമുദായത്തേക്കാൾ മുന്നിലാണ്. അതിനുശേഷം മുസ്ലിം സമുദായം ഓട്ടത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളം മൊത്തത്തിൽ അതിൻ്റെ വേഗത ഇരട്ടി വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുന്നിലുള്ള ആളും പിന്നിലുള്ള ആളും നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതലുള്ള വിടവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സാമൂഹ്യ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സംഖ്യാപരമായി എണ്ണക്കൂടുതൽ എന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരോടൊപ്പം എത്ര മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വികസനത്തിൻ്റെയും പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോക്കല്ല, മൊത്തം സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ പിറകോട്ടാണ്, അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വിടവ് കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സാധാരണഗതിയിൽ കേരള വികസന മോഡലിനെ കുറിച്ച് പറയാറുണ്ട്. കേരള വികസന മോഡൽ ഈ 2026 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ 50 വർഷം പൂർത്തിയാകുകയാണ്. UN വേണ്ടി നടത്തിയൊരു പഠനത്തിലാണ് ആദ്യമായി കേരള വികസന മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല് എന്ന് പറയുന്നത് ഈ പ്രാഥമിക വിദ്യാഭ്യാസമായിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ടത്. കേരള മോഡലിനെ കുറിച്ചുള്ള നേരത്തെ തന്നെയുള്ള വിമർശനം പല പ്രദേശങ്ങളെയും അതേപോലെ തന്നെ പല സാമൂഹ്യ വിഭാഗങ്ങളെയും സമുദായ വിഭാഗങ്ങളെയും ഒക്കെ അത് അരികുവൽക്കരിക്കുന്നു, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ്
യഥാർത്ഥത്തിൽ ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കണക്ക് എന്ന് പറയുന്നത്.